എന്താ? ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവനുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ. ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ. എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത്. അങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അതില്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ. രമയുടെ ചേട്ടനല്ലേ? ബാങ്കിൽ വെച്ചൊരിക്കാൻ കണ്ടിട്ടുണ്ട്. വരൂ, അകത്തിരിക്കാം. അമ്മേ, എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഭൂമി, ഉഗ്രം വീട്. അധികം ആലോചിക്കാനൊന്നുമില്ല അച്ഛാ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും. ചുമ്മാരടാ. അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും. എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ അച്ഛാ. ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അലവലാദികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലേലും അവൾ എന്റെ പെങ്ങളല്ലേ. എന്നാലും നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ട്. അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോ പ്രായക്കുറവിന്റെ അടുത്ത് പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് ശരിയാ. ചുവരെടുത്ത്, ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട അച്ഛാ. നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതാ. ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്. ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും.
അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം. അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ. ഞാൻ ഊഹിച്ചു. അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി. ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട, അമ്മണിയെടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ. പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവൻകുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പൊ വാക്കുമാറിയത് ഞാനാ. വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം. അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ. അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോ എന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും. അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം. ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. ഹേ, അതല്ല. സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഡേ, ഇവൻ വിഡ്ഢിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഡേ, ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. ആ എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി കൊല്ലണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? ആ എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്. വണ്ണാൻ കട്ടി ഒന്ന് പോടാടും. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ? പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കടയിലാ അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ ഒക്കുവോ? ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. അല്ല, ഇവിടെ വന്ന് നിൽക്ക. നല്ല പാർട്ടിയാ. വാ, മോളോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ. അതുകൊണ്ടെന്താ? അല്ല, അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ, നടൻ. മഹാകവിയോ? ആ, അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു. ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച് അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ, ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദേ,
ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ. വരട്ടെ വരട്ടെ